ഫ്രഞ്ച് ജെറ്റുകളുടെ ഉൽപാദന കേന്ദ്രമാകാൻ പോകുന്നത് ഇനി നമ്മുടെ ഇന്ത്യയാണ്. 2025 നവംബർ 17 ഫ്രാൻസിലെ പാരീസിലെ എലിസെ കൊട്ടാരത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയും സംയുക്ത പത്രസമ്മേളനം നടത്തി. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഉക്രൈൻ ഏകദേശം 100 ദസോ റാഫേൽ യുദ്ധവിമാനങ്ങൾ വരെ വേണം എന്നായിരുന്നു ആവശ്യം. ഇവിടെ എങ്ങനെ ഈ ഫ്രഞ്ച് ജെറ്റുകളുടെ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറുന്നു എന്ന് നോക്കുകയാണെങ്കിൽ, റഷ്യയുടെ അധിനിവേശത്തിനെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്താൻ ഉക്രൈൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, യുദ്ധോപകരണങ്ങൾ, ഡ്രോണുകൾ എന്നിവയും ഇതുകൂടാതെ റാഫേൽ ജെറ്റിന് വേണ്ടിയിട്ടും ആണ് ഉക്രൈൻ ഇപ്പോൾ ഫ്രഞ്ചുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 2025 അവസാനത്തോടെ റാഫേലിനായി 533 ഓർഡറുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഫ്രാൻസ്, ഇന്ത്യ, ഈജിപ്ത്, ഖത്തർ, ഗ്രീസ്, ക്രൊയേഷ്യ, UAE, സെർബിയ, ഇന്തോനേഷ്യ എന്നിവ ഉൾപ്പെടെയുള്ള കയറ്റുമതി ഉപഭോക്താക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ 233 എണ്ണം ഇനിയും വിതരണം ചെയ്യാനുമുണ്ട്. ഉക്രൈൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന 100 വിമാനങ്ങളും നിലവിൽ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ സജീവ പരിഗണനയിലുള്ള 114 റാഫേൽ വിമാനങ്ങൾക്കായുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ ഓർഡറും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഈ 2 ഇടപാടുകളും കൂടി നടക്കുകയാണെങ്കിൽ ഈ സംഖ്യ എന്ന് പറയുന്നത്, അതായത് 233 എന്ന് പറയുന്ന സംഖ്യ ഇതിലും കൂടും. ഒരു വർഷം മുമ്പ് റാഫേലിന്റെ ഉൽപാദന നിരക്ക് പ്രതിമാസം 2 വിമാനങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പ്രതിമാസം 3 ആയി. അതായത് പ്രതിവർഷം 36 വിമാനങ്ങൾ. വർദ്ധിച്ചു വരുന്ന ഓർഡറുകൾ പ്രകാരം ഇത് പ്രതിമാസം 4 ആയി വർദ്ധിപ്പിക്കാനാണ് ഇപ്പോൾ റാഫേൽ പദ്ധതിയിടുന്നത്. അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇതൊരു ഗണ്യമായ വർധനവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ റാഫേൽ ഫ്യൂസേജ് ഇപ്പോൾ ഇന്ത്യയിലും റാഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ഇടുന്നത്. നമ്മുടെ ഇന്ത്യൻ നാവികസേന ഇതിനകം തന്നെ 26 റാഫേലുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. 114 റാഫേലുകൾ സ്വന്തമാക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ ഒരു പൂർണ്ണ അസംബ്ലി ലൈൻ തന്നെ സ്ഥാപിക്കപ്പെടും. അതായത് മൊത്തം ഉൽപാദനത്തിന് വലിയ ഉത്തേജനമാണ് നൽകുന്നത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്നതും വില കുറഞ്ഞതും ആയിരിക്കും. അങ്ങനെ ദസോയ്ക്ക് ആഗോള ഉപഭോക്താക്കൾക്കായി ഇന്ത്യയിൽ നിർമ്മിച്ച റാഫേൽ ജെറ്റുകൾ ലഭ്യമാക്കാനും വിതരണം ചെയ്യാനും കഴിയും. ഇങ്ങനെ ഒരു പ്ലാന്റ് എത്തുകയാണെങ്കിൽ ഫ്രാൻസുമായുള്ള ഭാവി വിമാന സംരംഭങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഓപ്ഷനുകൾ വികസിപ്പിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശവും നൽകി കഴിഞ്ഞു. ഫ്രഞ്ച് കമ്പനിയായ ദസാൾട്ട് ഏവിയേഷൻ ഇന്ത്യൻ എയറോസ്പേസ് സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ഇന്ത്യയിൽ നിർമ്മിച്ച 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേനയിൽ നിന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം 2 ലക്ഷം കോടി രൂപയിലധികം ചിലവ് പ്രതീക്ഷിക്കുന്ന ഈ നിർദ്ദേശം 60% തദ്ദേശീയ ഉള്ളടക്കമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ ഓർഡറിന് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിരോധ ഇടപാടായിരിക്കും ഇത്. ഇന്ത്യൻ വ്യോമസേന ഇതിനകം തന്നെ 36 റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. അവയിൽ 26 എണ്ണം ഇന്ത്യൻ നാവികസേന ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 ഗവൺമെന്റ് ടു ഗവൺമെന്റ് കരാർ പ്രകാരമാണ് ഉള്ളത്. 114 എണ്ണം കൂടി ചേരുന്നതോടെ ഇതിന്റെ എണ്ണം എന്ന് പറയുന്നത് 176 ആയി മാറും. ഇതുകൂടാതെ ഇന്ത്യയിൽ പ്രതിവർഷം 25 റാഫേൽ ഫ്യൂസലേജുകൾ നിർമ്മിക്കുന്നതിനായി ദസോ ഇന്ത്യയിലെ ടാറ്റ ഗ്രൂപ്പുമായി ഇതിനകം തന്നെ സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച റാഫേൽ യുദ്ധവിമാനങ്ങളിലെ തദ്ദേശീയമായിട്ടുള്ള ഉള്ളടക്കം എന്ന് പറയുന്നത് ഘട്ടം ഘട്ടമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദസോ ഇന്ത്യയിൽ ഇതിനകം തന്നെ ഒരു മെയിന്റനൻസ്, റിപ്പയർ, ഓവറോൾ സ്ഥാപനം സ്ഥാപിച്ചിട്ടുമുണ്ട്. M88 എഞ്ചിനുകൾ ഹൈദരാബാദിൽ ഓവറോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രണുകളുടെ എണ്ണം ഇതിനകം 29 ആയി കുറഞ്ഞിരിക്കുകയാണ്. പ്രാദേശിക ഭീഷണി ധാരണയും അതേപോലെ തന്നെ ചൈന പാക് ഗൂഢാലോചനയുള്ള ഇന്ത്യ വിരുദ്ധ ഇടപെടലും അംഗീകൃത 42 സ്ക്വാഡ്രണുകളിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകതയെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അധികമായി വികസിപ്പിച്ച MiG-21 സ്ക്വാഡ്രണിലെ അവസാനത്തേത് 2025 സെപ്റ്റംബർ ഘട്ടത്തിൽ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിമാനത്തിന്റെ പ്രധാന ഘടനാപരമായ വിഭാഗങ്ങളിൽ മുൻഭാഗം, മധ്യ ഫ്യൂസലേജ്, പിൻഭാഗം, ലാറ്ററൽ റിയർ ഷെല്ലുകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത്. ആദ്യ ഫ്യൂസലേജ് വിഭാഗങ്ങൾ 2028 സാമ്പത്തിക വർഷത്തോടെ പുറത്തിറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിമാസം 2 പൂർണ്ണ ഫ്യൂസലേജുകൾ വരെ ഉൽപാദന ശേഷി ഉണ്ടാകും. അതേപോലെ തന്നെ ഇന്ത്യൻ ഭൗതിക സ്വത്തവകാശമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായി ഫ്രഞ്ച് എയറോസ്പേസ് കമ്പനിയായ സഫ്രാനും ഇന്ത്യയുടെ DRDOയും കൈകോർത്തിരിക്കുകയാണ്. ക്രിസ്റ്റൽ ബ്ലേഡുകളുള്ള സാങ്കേതിക വിദ്യ ഉൾപ്പെടെ 100% സാങ്കേതിക വിദ്യയും സഫ്രാൻ DRDOയ്ക്ക് കൈമാറും. സഫ്രാനും DRDO ലാബായ ഇന്ത്യയുടെ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റും തമ്മിലുള്ള ഒരു സംയുക്ത പദ്ധതി ഇന്ത്യയുടെ ഇരട്ട എഞ്ചിൻ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്ന 120 കിലോ ന്യൂട്ടൺ എഞ്ചിൻ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യും. അമേരിക്ക, റഷ്യ, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിമാന എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും നിർമ്മിക്കാനും കഴിയുകയുള്ളൂ. വളരെ കാലമായി ചൈന തങ്ങളുടെ സൈനിക വിമാനങ്ങൾക്ക് ശക്തി പകരാൻ റഷ്യയുടെ അല്ലെങ്കിൽ റിവേഴ്സ് എഞ്ചിനുകളാണ് ഉപയോഗിച്ചു വരുന്നത്. ഇന്ത്യക്കും ഫ്രാൻസിനും ഇതൊരു വൻ വിജയം തന്നെയായിരിക്കും.
ഇന്ത്യൻ നാവികസേന 26 റാഫേലം വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട്. ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സേനയും നാവികസേനയും ചേർന്ന് 286 വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയിരിക്കുന്നത്. സ്ഥിരീകരിച്ച മറ്റ് ഓപ്പറേറ്റർമാരാണ് IAF, ക്രൊയേഷ്യ, ഈജിപ്ത്, ഖത്തർ, UAE, ഇന്തോനേഷ്യ, സെർബിയ തുടങ്ങിയ രാജ്യങ്ങൾ. കൂടുതൽ ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ ഉൽപാദന നിരക്ക് പ്രതിവർഷം 36 വിമാനങ്ങളാണ്. നിലവിലുള്ള ഓർഡറുകൾ നിറവേറ്റാൻ ഏകദേശം 10 വർഷമെടുക്കും. ഫ്രാൻസിന് അതുകൊണ്ട് തന്നെ മറ്റൊരു ഉൽപാദന നിര അത്യാവശ്യമായി ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ ഉൽപാദനം എന്ന് പറയുന്നത് എല്ലാ ആഗോള ഉപഭോക്താക്കൾക്കും വേണ്ടിയുള്ളതായിരിക്കും. തുടക്കത്തിൽ എയർഫ്രെയിമിന്റെ ഫ്യൂസേജ് കൂടുതലും ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുക. മുന്നോട്ട് പോകുന്തോറും കൂടുതൽ ഉപഭാഗങ്ങളും ഘടകങ്ങളും നിർമ്മിക്കപ്പെടും. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ നാവികസേന ഉൾപ്പെടെ ആകെ മേക്ക് ഇൻ ഇന്ത്യ ഓർഡർ നമ്പർ എന്ന് പറയുന്നത് 140 ആകും. അങ്ങനെ മുഴുവൻ വിമാനങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്ന് ഇന്ത്യക്ക് നിർബന്ധിക്കാനും സാധിക്കും. ഇങ്ങനെ വലിയ അളവിൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യക്ക് മികച്ച സാമ്പത്തിക യുക്തിയായിരിക്കും നൽകുന്നത്. ഇതേപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.